ഹലോ ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് ഫംഗ്ഷൻ ആയിരുന്നു. ഫ്രണ്ട് ഫംഗ്ഷനിൽ നമ്മൾ ആ ഒരു മൊഡ്യൂൾ അവിടെ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. കണ്ടിന്യൂഷൻ മീൻസ് ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഇവിടെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞേ ഉള്ളൂ. തേർഡ് മൊഡ്യൂളിൽ വരുന്നതാണ് ഫ്രണ്ട് ഫംഗ്ഷനും. സോ ഈ മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇപ്പം ഞാൻ ഇതിന് മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഓവർലോഡിങ്, എങ്ങനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ഒരു ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ, ഒരു ഓപ്പറേറ്ററിന് വേറെ എന്തെങ്കിലും രണ്ട് ഡബിൾ മീനിങ് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മീനിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്, അല്ലേ? അതിൻ്റെ മീനിങ് അല്ല, ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒരേ ഓപ്പറേറ്ററിന് ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് മീൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്, ഒരേ ഒരു ഓപ്പറേറ്ററിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുക. അതാണ് എന്ത് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഓപ്പറേറ്ററിൻ്റെ മീനിങ് മാറാതെ തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ദ മെക്കാനിസം ഓഫ് ഗിവിങ് എ സ്പെഷ്യൽ മീനിങ് ടു ആൻ ഓപ്പറേറ്റർ ഫോർ ഡാറ്റ ടൈപ്പ് ഇസ് നോൺ ആസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇപ്പം നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മൾ ഓവർലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്തായിട്ട് ഓവർലോഡ് ചെയ്യാം? ഇപ്പം A+B എന്ന രീതിയിൽ അതിന് ഓവർലോഡ് ചെയ്യാം. അതുപോലെ A++, അപ്പം ഇൻക്രിമെൻ്റ് എന്ന രീതിയിലും നമുക്കതിനെ ഓവർലോഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ എഡീഷൻ എന്ന രീതിയിലും നമുക്കതിനെ ഓവർലോഡ് ചെയ്യാൻ പറ്റും. ഒരേ ഓപ്പറേറ്ററിന് മീനിങ് മാറാതെ തന്നെ 2-3 രീതിയിൽ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ് ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ കാണാം. കോംപ്ലെക്സ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പാണ്. ഈ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പിനെ നമ്മളെ ബിൽഡിംഗ് ഡാറ്റ ടൈപ്പ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുക ഇവിടെ. ഓക്കെ, കോംപ്ലെക്സ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. C1, C2, C3. പിന്നെ പ്രോഗ്രാമിൽ നമ്മൾ അതൊക്കെ എഴുതും. ബാക്കി ലൈൻസൊക്കെ അതാണ് അവിടെ ഡോട്ട് ഇട്ട് വെച്ചാൽ C3 = C1 + C2. അങ്ങനെ നമ്മൾ ഇതാണ് ഒരു എക്സാമ്പിൾ കേട്ടോ. വൈൽ ഓവർലോഡിങ് വി കാൻ ചേഞ്ച് ദ സിൻടാക്സ് ആൻഡ് ബേസിക് മീനിങ് ഓഫ് എൻ ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്ററിൻ്റെ ബേസിക് മീനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. മീനിങ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ A+B എന്ന് ചെയ്യുമ്പം ബീൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അത് പ്ലസ് എന്ന ഓപ്പറേറ്ററിന് ഓക്കെയാണ്, മീനിങ് കറക്റ്റാണ്. A++ എന്ന് പറയുമ്പോഴോ അതും അതിന് കറക്റ്റാണ്. കാരണം ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അവിടെയും കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്യുന്നത്, അല്ലേ? അതിൻ്റെ കറക്റ്റ് മീനിങ് അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പറേറ്ററിൻ്റെ സ്പെല്ലിങ്ങിന് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓപ്പറേറ്റർ ഓവർലോഡിങ് അലൗസ് ദ പ്രോഗ്രാമർ ടു ട്രീറ്റ് ദ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ലൈക്ക് ദ ബിൽഡിംഗ് ഡാറ്റ ടൈപ്പ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വി ക്യാൻ ആഡ് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ലൈക്ക് ഒബ്ജക്ട്സ് വിത്ത് ദ സെയിം സിൻടാക്സ് ജസ്റ്റ് ആസ് ബേസിക് ഡാറ്റ ടൈപ്പ്. നമുക്ക് യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സിന് നോർമൽ ബിൽഡിംഗ് ഡാറ്റ ടൈപ്സ് പോലെ തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. കോംപ്ലെക്സ് C1, C2, C3. C3 = C1 + C2. കോംപ്ലെക്സ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഡാറ്റ ടൈപ്പ് C4ന് വേണ്ടി യൂസ് ചെയ്തു. C4 = C3 - C2. അപ്പം നമ്മൾ കോംപ്ലെക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കോംപ്ലെക്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് C1, C2 എന്ന് പറയുന്നത് വല്ല കോംപ്ലെക്സ് നമ്പേഴ്സ് ഇല്ലേ, അതിൻ്റെ വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, നമ്മൾ ഫർദറായിട്ട് പഠിക്കും എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. അത് നമ്മൾ എന്താണ്, ആ ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പം ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുക. ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുമ്പം 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടും ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടും. ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഫ്രണ്ട് ഫംഗ്ഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിനുള്ളത് പ്രൈവറ്റ് മെമ്പേഴ്സിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷനാണ് എന്ത്, ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അതുപോലെ മെമ്പർ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ക്ലാസ്സിനുള്ളിലത്തെ സാധാരണ ഫംഗ്ഷനെയാണ് നമ്മൾ മെമ്പർ ഫംഗ്ഷൻ എന്ന് വേണ്ടി പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ആ ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ ചെയ്യുക? ഒന്നെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ കോൾഡ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ. ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് ചോദിക്കും, ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വെറും ഓപ്പറേറ്റർ ഓവർലോഡിങ് കേട്ട ഭാഗത്തിൽ ഇരിക്കരുത്. അപ്പോൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതണം. ഓക്കെ, ഓപ്പറേറ്റർ ഫംഗ്ഷൻ മസ്റ്റ് ബി ഐദർ മെമ്പർ ഫംഗ്ഷൻ ഓർ ഫ്രണ്ട് ഫംഗ്ഷൻ. അപ്പോൾ മെമ്പർ ഫംഗ്ഷൻ ആവാം, അതുപോലെ ഫ്രണ്ട് ഫംഗ്ഷൻ ആവാം ഓപ്പറേറ്റർ ഓവർലോഡിങ് വെച്ചിട്ട്. ഇനി അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യാന്നാണ് കേട്ടോ. മെമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമ്മൾ എങ്ങനെ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്നു. റിട്ടേൺ ടൈപ്പ് വേണം, സ്പേസ്, ക്ലാസിൻ്റെ പേര്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. നമ്മൾ നോർമലി ക്ലാസ്സിലുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ പുറത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടല്ലേ ചെയ്യുക. അതുപോലെ തന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പിന്നെ വരുന്നത് ഓപ്പറേറ്റർ എന്നൊരു കീവേഡ്, പിന്നെ ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ, ഇപ്പോൾ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, എന്നിട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പം റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ക്ലാസ് നെയിം ഉണ്ടാവും, ഓപ്പറേറ്ററിന് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കും. ഓപ്പറേറ്ററിന് നമ്മൾ അങ്ങനെ കൊടുക്കുക കേട്ടോ ചെയ്യുക, ഓപ്പറേറ്ററിന് തന്നെ എഴുതി കൊടുക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏതാണ് ഓപ്പറേറ്റർ, ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ കൊടുക്കുക, പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ക്ലാസ്സിൻ്റെ ഒരു മെമ്പർ അല്ലല്ലോ ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിൻ്റെ ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പം അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. റിട്ടേൺ ടൈപ്പ് കൊടുക്കും, ഓപ്പറേറ്ററിന് എഴുതും, ഏതാണ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ അത് കൊടുക്കും, പാരാമീറ്റേഴ്സും, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക മെമ്പർ ഫംഗ്ഷനും ഫ്രണ്ട് ഫംഗ്ഷനും. ഇത് ഓർത്ത് വെക്കാൻ കേട്ടോ എങ്ങനെയാണ് സിൻടാക്സ് എന്നുള്ളത്. സോ എക്സാമ്പിൾ, ഇനി മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടും ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫുൾ പ്രോഗ്രാം ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഷോർട്ടാക്കിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ കോംപ്ലെക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഇൻറ്റ് റിയൽ ഇമാജിനറി ആണ് IMG. പബ്ലിക്കിൽ നമ്മൾ കോംപ്ലെക്സ് എന്ന് പറയുന്ന എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഡിക്ലെയർ ചെയ്യുക. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുക. കോംപ്ലെക്സ് എന്താണ്? ക്ലാസിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ജസ്റ്റ് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ പ്ലസ്, അത് കഴിഞ്ഞിട്ട് പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റേഴ്സിനെ കൊടുക്കുക. ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ഡിക്ലെയർ ചെയ്യുക ഇങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ. ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പഠിച്ച സിൻടാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും, ക്ലാസ് നെയിം ഉണ്ടാവും, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഉണ്ടാവും, ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ടാവും, പിന്നെ സിമ്പിൾ എഴുതുക, പാരാമീറ്റേഴ്സും കൊടുക്കുക. അതുപോലെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കോംപ്ലെക്സ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? റിട്ടേൺ ടൈപ്പ്, അത് കഴിഞ്ഞിട്ടാണ് ക്ലാസിൻ്റെ നെയിം. നമ്മളിപ്പോൾ ഇവിടെ റിട്ടേൺ ടൈപ്പ് കോംപ്ലെക്സ് എന്ന് തന്നെയാണ് കൊടുക്കുന്നല്ലേ. നമ്മൾ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പാണ് കോംപ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് റിട്ടേൺ ടൈപ്പ്, കോംപ്ലെക്സ് സ്പേസ് നമ്മുടെ ക്ലാസിൻ്റെ പേര്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കീവേഡ്, സൈന് ഏതാണ് ഓപ്പറേറ്ററിൻ്റെ സൈന് പ്ലസ്, അതുപോലെ പാരാമീറ്റേഴ്സ് കോംപ്ലെക്സ് C4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ് ചെയ്തു. ഇതാണൊരു സിമ്പിൾ എക്സാമ്പിൾ, മെമ്പർ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി ഫ്രണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഫ്രണ്ട് എന്ന് പറയുന്ന കീവേഡ്, അത് കഴിഞ്ഞിട്ട് കോംപ്ലെക്സ് കോംപ്ലെക്സ് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കീവേഡ്, പ്ലസ് എന്ന് പറയുന്ന സൈന്, 2 പാരാമീറ്റേഴ്സും പാസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിക്ലെയർ ചെയ്ത് വെക്കുക. ഇനി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കോംപ്ലെക്സ് റിട്ടേൺ ടൈപ്പ് വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റിട്ടേൺ ടൈപ്പ് ആണ് നമ്മളെ കോംപ്ലെക്സ്. അത് കഴിഞ്ഞ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കീവേഡ്, അത് കഴിഞ്ഞിട്ട് പ്ലസ് എന്ന് പറയുന്ന സൈന്, നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നു. ഇങ്ങനെയല്ല നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ്. സോ ഈ സിൻടാക്സ് നിങ്ങൾ ഓർക്കണം, അല്ലാണ്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ 2 രീതിയിലാണ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ജസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഒരു ഔട്ട്ലൈൻ കാണിക്കുന്നുള്ളൂ, ഡീപ്പായിട്ടുള്ള പ്രോഗ്രാമിംഗ് ഇപ്പോൾ ആവശ്യമില്ല. ഓക്കെ, ഇനി
നമുക്ക് കുറച്ച് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന് കുറച്ച് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്നും വേണം പറയാം. ഈ രണ്ട് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ലിമിറ്റേഷൻസ് ഓൺ ഓപ്പറേറ്റർ ഓവർലോഡിങ് അല്ലെങ്കിൽ റൂൾസ് ഫോർ ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഓവർലോഡിങ് ഓക്കെ രണ്ട് സെയിം ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഓപ്പറേറ്റർ ഓവർലോഡിങ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഓൺലി. അപ്പോൾ എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പറേറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ദ ഓപ്പറേറ്റർ ഫംഗ്ഷൻ മസ്റ്റ് ബി ഐദർ മെമ്പർ ഫംഗ്ഷൻ ഓർ ഫ്രണ്ട് ഫംഗ്ഷൻ. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റർ ഫംഗ്ഷൻ ഒന്നെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷൻ ആയിരിക്കണം. ഓൺലി എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി ഓവർലോഡഡ്. വി കനോട്ട് ക്രിയേറ്റ് ആൻഡ് ഓവർലോഡഡ് ന്യൂ ഓപ്പറേറ്റേഴ്സ്. ഇപ്പം നമുക്ക് എന്താണ് ഓൾറെഡി ഉള്ള ഓപ്പറേറ്റേഴ്സുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്ലസ് മൈനസ് ഇൻറ്റു അങ്ങനെ പറയുന്നത് നമ്മൾ ഓൾറെഡി ഉള്ള ഓപ്പറേറ്റേഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളായിട്ട് ഓപ്പറേറ്റർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് പറയുന്നത്. വി കനോട്ട് ചേഞ്ച് ദ ബേസിക് മീനിങ് ഓഫ് ആൻ ഓപ്പറേറ്റർ. നമുക്ക് എന്താണ് ഓപ്പറേറ്ററിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാൻ കേട്ടോ, മറക്കരുത്. The overloaded operator must have at least one operand that is of the user defined type. അപ്പോൾ എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറാൻഡ് എങ്കിലും യൂസ് ചെയ്യണം ഓവർലോഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് ഒരൊറ്റ ഓപ്പറാൻഡ് യൂസ് ചെയ്താൽ മതി. A++ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരൊറ്റ ഓപ്പറാൻഡ്, അത് അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറാൻഡ് എങ്കിലും യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ടൈപ്പ് ഓഫ് ഇത് നമുക്ക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണെന്നാണ് നോക്കി. ഇതൊക്കെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റൂൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓർത്തിരിക്കണം, 10 റൂൾസ് ഉണ്ട്. സോ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉണ്ട്, അതുപോലെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, പോയിന്റർ ടു മെമ്പർ ഓപ്പറേറ്റർ. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേറ്റേഴ്സ് ആണ്. അതുപോലെ ചില ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഏതൊക്കെയാണെന്ന് നോക്കാം. വി കനോട്ട് ഓവർലോഡ് സം ഓപ്പറേറ്റേഴ്സ് യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷൻ ബട്ട് വി ക്യാൻ ഓവർലോഡ് ദം യൂസിങ് മെമ്പർ ഫംഗ്ഷൻ. ഈക്വൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫംഗ്ഷൻ കോൾ ഓപ്പറേറ്റർ, സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ, ക്ലാസ് മെമ്പർ, ക്ലാസ് ഓപ്പറേറ്റർ, ആക്സസ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത. ബട്ട് നമുക്ക് വി ക്യാൻ യൂസിങ് മെമ്പർ ഫംഗ്ഷൻസ്. സോ അടുത്തത്, വെൻ ഓവർലോഡിങ് ബൈനറി ഓപ്പറേറ്റേഴ്സ്, member functions receive one parameter and friend function receives 2 parameters. അപ്പോൾ നമ്മൾ ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്ന സമയത്ത് മെമ്പർ ഫംഗ്ഷൻ എത്ര പാരാമീറ്റർ ഉണ്ടാവും? ഒരൊറ്റ പാരാമീറ്ററും നമ്മളെ എന്താണ് ഫ്രണ്ട് ഫംഗ്ഷന് 2 പാരാമീറ്റർ ഉണ്ടാവും. നമ്മൾ ഈ എക്സാമ്പിളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു പ്ലസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്ലസ് അല്ല നമ്മളിവിടെ ഓവർലോഡ് ചെയ്യുന്നത്. ആ ഒരു ഓപ്പറേറ്ററിന് മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ പാരാമീറ്റർ എത്ര പാരാമീറ്റർ പാസ് ചെയ്യുന്ന C4 എന്ന് പറയുന്ന ഒരൊറ്റ പാരാമീറ്റർ അല്ലേ പാസ് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിലോ C4 ഉം C5 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഓൾറെഡി മെമ്പർ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഫംഗ്ഷൻ ആക്സസ് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് വേറെ ഒരു പാരാമീറ്റർ അവിടെ പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരൊറ്റ പാരാമീറ്റർ റിസൾട്ട് വരേണ്ട ഒരൊറ്റ പാരാമീറ്റർ മാത്രം അവിടെ പാസ് ചെയ്താൽ മതി. പക്ഷെ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു പാരാമീറ്റർ എന്തായാലും അവിടെ ഉണ്ടാവണം. അതും റിസൾട്ട് കിട്ടേണ്ട ഒരു പാരാമീറ്റർ. അങ്ങനെ 2 പാരാമീറ്റേഴ്സ് എന്ത് വരും, ഫ്രണ്ട് ഫംഗ്ഷൻ ബൈനറി ഓപ്പറേറ്റർ ആണെങ്കിൽ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ വരും. ക്ലിയർ ആണല്ലോ? മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിൽ നോർമലി നമ്മൾ മെമ്പർ ഫംഗ്ഷനിൽ എന്താ ഉണ്ടാവുക, ഒരൊറ്റ പാരാമീറ്റർ മതിയാവും. കാരണം നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് മെമ്പർ ഫംഗ്ഷൻ്റെ കേസിൽ കോൾ ചെയ്യുക അല്ലേ. മെമ്പർ ഫംഗ്ഷൻ്റെ കേസിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് കോൾ ചെയ്യേണ്ട റിസൾട്ട് വരേണ്ട ഒരൊറ്റ പാരാമീറ്റർ മാത്രം അതിൽ പാസ് ചെയ്താൽ മതി. പക്ഷേ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ അങ്ങനെയല്ല. എന്ത് വേണം നമുക്ക്, നമ്മൾ കഴിഞ്ഞ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ നിങ്ങൾ ആ സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പാരാമീറ്റർ അതിൽ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ മെമ്പേഴ്സിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നില്ലേ, അതും വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടേണ്ട ഒരു ഫംഗ്ഷൻ, ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു പാരാമീറ്ററും കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെൻ ഓവർലോഡിങ് ബൈനറി ഓപ്പറേറ്റേഴ്സ് മെമ്പർ ഫംഗ്ഷൻ റിസീവ്സ് 1 parameter and friend function receive 2 parameters. യൂണറി ഓപ്പറേറ്ററിൻ്റെ കേസിലാണെങ്കിലോ
When overloading unary operator, member function receive no parameter and friend function receives one parameter. കാരണം എന്താ, യൂണറി ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഒന്നിലേക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം A++ ഒരൊറ്റ ഓപ്പറൻ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് പാരാമീറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, നമുക്ക് കൊടുക്കണം, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് അവിടെ പാരാമീറ്ററിൽ പാസ് ചെയ്യും. എന്തിന്, നമുക്ക് ഡാറ്റ മെമ്പേഴ്സിനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. When overloading binary operators using member function, the left hand operand must be an object. അപ്പം ഇതെല്ലാമാണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ഒരു സിമ്പിൾ ബ്രീഫായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനായിട്ട് നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.